ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചില്ലി ഫ്ലേക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അടിപൊളിയാണ് കേട്ടോ അത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അത്. ഇത് നമുക്കൊന്ന് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കുമല്ലോ. ഇനി ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് വേറെ പണികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊരു 4 സവാളയാണ് കേട്ടോ. 4 സവാള എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ സവാളേനെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് മാറ്റി വെക്കണേ. ഇനി ഗ്യാസിൽ തവ വെച്ചിട്ട് അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഇതൊരു 1/4 കിലോ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് ചെറുതായി മുറിച്ചത് അതിലേക്ക് ഇടുക. ഈ ചെറിയ ഉള്ളി ഒന്ന് പകുതി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കുറച്ച് നല്ലോണം ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. എന്നിട്ട് അത് മൂപ്പിക്കുക. അതിൻ്റെ പച്ചമണം പോണ വരെ അതിനൊന്ന് മൂപ്പിക്കുക. ഇനി മസാലകൾ ഇട്ട് തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇടുന്നതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവുമല്ലോ. ഇനി ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെയും ചെറുതായിട്ട് പച്ചമണം ഒന്ന് മാറണവരെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ടോളൂ പാകത്തിന്. തക്കാളി നല്ലോണം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടാം. കൊട്ടുന്ന സമയം എൻ്റെ വീഡിയോ ഓഫായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് കിട്ടാതിരുന്നത്. ചിക്കനും മസാലകളും എല്ലാം കൂടി നന്നായി മിക്സായി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് അടപ്പ് തുറക്കുക, ഇളക്കി കൊടുക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അതിൽ വെള്ളമായി കണ്ടോ. ഇനി അത് തനിയെ ആ വെള്ളത്തിൽ തന്നെ കടന്ന് വെന്തോളും. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. വെന്തതിൻ്റെ കൂടെ അതിൻ്റെ വെള്ളവും വറ്റി തുടങ്ങി. അങ്ങനെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളല്ലേ, അത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഫിനിഷിങ് ടച്ചുകളും കൂടി ഉണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളകും പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, അത് ഇടാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്ന് കറിവേപ്പില കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. കാരണം പുറത്തുനിന്ന് കറിവേപ്പില മേടിക്കാറേ ഇല്ല. ഇനി അവസാനമായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ അതൊരു ലേശം അങ്ങോട്ട് തൂവി കൊടുത്തോളൂ. കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തേക്ക് അങ്ങോട്ട് വിളമ്പിയാലോ. ഇത് വിളമ്പുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു കൊതി വരുന്നില്ലേ? എനിക്ക് നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിതിൻ്റെ മണം കൂടി കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് നിങ്ങളും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതും എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതായ ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് നിങ്ങളും കൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.